എടി, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? എടി മോളെ, 5 സ്റ്റാർ ഹോട്ടലിൽ സായിപ്പിനൊപ്പം ഒരു രാത്രി കിട്ടുന്നതേ ലക്ഷങ്ങളാ. പിന്നെ എന്റെ നെക്സ്റ്റ് സെം ഫീസ് അടയ്ക്കാൻ എന്റെ ചേച്ചിക്ക് കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. ശരിക്കല്ലേ? എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ടൊക്കെ. ഡി, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കിക്കൂടെ? ഇത് തന്നെ വേണോ? എന്നാലും ഇത് കേട്ടേ പിന്നെ എന്റെ സമാധാനം പോയടി. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. ഇനി ഇതേ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ലടി. എന്നാലും എനിക്കെന്തോ വന്ന മഹാലക്ഷ്മി പുറങ്കാലം കൊണ്ട് തട്ടി എറിയാതടി. എടി, വീട്ടിലാരെങ്കിലും അറിഞ്ഞാലോ? അറിയില്ല. നീ ഇനി വിളിച്ചു കൂവി ആരെ അറിയിക്കാതിരുന്നാ മതി. എടി, സേഫ്റ്റിക്ക് നീ എന്തെങ്കിലും എടുത്തോ? ഒക്കെ ഉണ്ട്, നീ പേടിക്കണ്ട. നീ ആ കട്ടിലിൽ പോയിരുന്ന വല്ല നാമവും ജപിച്ചോണ്ടിരി. അപ്പോഴേക്ക് ഞാനിങ്ങ് വരും. മണിക്ക് ഹോട്ടലിൽ നിന്ന് കാറെത്തു. ഇനി 2 മണിക്കൂറുണ്ട്. ചേച്ചി ഒന്ന് വിളിച്ചേക്കാം. ചേച്ചിയെ വിളിച്ച് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ എങ്ങനെ പറയും? ആ ശബ്ദം ഒന്ന് കേൾക്കണം, ഒരു ധൈര്യത്തിന്. പിന്നെ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കണം. വിൻസിയാണല്ലോ. അവൾ എന്താ ഈ നേരത്ത്? ഹലോ, എന്താ മോളെ ഈ നേരത്ത്? ചേച്ചി കിച്ചണിലായിരുന്നു, അതാ ഫോൺ എടുക്കാൻ വൈകിയത്. നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, വെറുതെ വിളിച്ചതാ. ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അമ്മച്ചി റോസി എന്തിയെ? അമ്മച്ചി വീട്ടിലാ. റോസി കോളേജിൽ പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഒന്നുമില്ല ചേച്ചി, അവരോട് പറഞ്ഞാ മതി. പറ മോളെ, ഫീസ് കൊടുക്കാത്തതിന്റെ എന്തെങ്കിലും പ്രശ്നമായോ? ഇല്ല ചേച്ചി. ചേച്ചി 2 ദിവസം കഴിഞ്ഞു വരാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ചേച്ചി. ചേച്ചി ഇപ്പൊ വരണ്ട. ഫീസൊക്കെ അടയ്ക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാൻ വെക്കുവാണേ. എന്തോ പറ്റി. സാധാരണ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ. കർത്താവേ, അവളെ കാത്തോണേ. ഡേ, നാളെ ആവുമ്പോഴേക്കാ വിരല് മുഴുവൻ തിന്ന് തീർക്കൂ നീ. ഒന്നുമില്ലേലും ഒരു സായിപ്പല്ലേടി. ഞാൻ എന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഒന്ന് മെച്ചപ്പെടുത്തട്ടെ. ഹലോ, വന്നായിരുന്നോ? ഓക്കെ, ഒരു 5 മിനിറ്റ്സ്. ഡേ, കാറ് വന്നു. എടി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? നിനക്കറിയാലോ ശ്രേ, എനിക്ക് വേറെ വഴിയില്ലെന്ന്. മറ്റാരും ഇത് അറിയണ്ട. എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം.
നമസ്കാരം മാഡം. ജോസേ, ഇതാ ആള്. ആ മനസ്സിലായി സാറേ. 305 അറിയാലോ? ആ വരൂ മാഡം. മാഡം, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വരൂ മാഡം. ദേ ഇതാണ് റൂം 305. മാഡം, ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ റിസപ്ഷനിൽ പറഞ്ഞാൽ മതിയേ. ശരി. വാ വാ വാ, കേറി വാ, കേറി വാ, കേറി വാ. ഇങ്ങോട്ട് നിൽക്കി, ഇങ്ങോട്ട് നിൽക്കി. ക്യാമറ ഓൺ ആക്കി വെക്കണേ. ഇങ്ങോട്ട് നിൽക്കി. ഇപ്പൊ വരും, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഉറക്കമായിരിക്കും, ഇപ്പൊ വരും. ഒന്ന് വഴിയേറണേ. ജോസേ, എന്തായടാ? 2-3 വട്ടം വിളിച്ചു, കഥ ഉറക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയത്തില്ല. നീ വാ ഇങ്ങോട്ട്. എടാ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതാ. എന്തായടാ ജോസേ? പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കുടുങ്ങും. മാപ്രകളെല്ലാം വന്നിട്ടുണ്ട്. സർ, ഇതിനു മുമ്പും നിങ്ങളുടെ ഹോട്ടലിനെ പറ്റി പല അപവാദങ്ങളും കേട്ടിട്ടുണ്ട്. ഇതും അതേപോലെയാണോ? ഏയ്, എവരിത്തിങ് ഈസ് ഓക്കേ, എവരിത്തിങ് ഈസ് ഓക്കേ. വാ വാ, നീ വാടാ. സാറേ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഒന്നുകൂടെ. സാർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ മാപ്രകൾ കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും ഞങ്ങളുടെ ഹോട്ടലിനെ തകർക്കാൻ മനഃപൂർവ്വം എഴുതി പിടിപ്പിച്ചതാണ് ഈ 305 നമ്പർ റൂമിൽ സായിപ്പിന്റെ പ്രേതമുണ്ടെന്ന്. ദേ കണ്ടില്ലേ, ഒരാൾ ജീവനോടെ നിങ്ങളുടെ മുന്നിൽ. ഷൂട്ട് ചെയ്തോ, ഇത് നാളെ തന്നെ കൊടുക്കണം. എടാ ജോസേ, നമ്മൾ രക്ഷപ്പെട്ട. കുട്ടി, നമസ്കാരം. സക്സസ്. വളരെ നന്ദിയുണ്ട് കേട്ടാ. ഇതാണ് ഈ പ്രേതത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലിനെ നിങ്ങൾ തച്ച് തകർത്തു. ആ അപാധം ഇപ്പൊ മാറിക്കിട്ടി. വാ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷമായി ഞങ്ങളുടെ ഹോട്ടലിലെ റൂം നമ്പർ 305 പ്രേതബാധ ഉണ്ടെന്നും പറഞ്ഞു. അതും ഒരു സായിപ്പിന്റെ. ആ സായിപ്പാണ് ആ റൂം ലാസ്റ്റിൽ ഉപയോഗിച്ചിരുന്നത്. അയാൾ മരിച്ചു. അയാളുടെ പ്രേതമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിനെ തകർക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. അതൊരു വലിയ പെരുന്നുണയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിന് മിടുക്കിയായ പല ആണുങ്ങളും ഈ മത്സരത്തിൽ വന്ന് പിന്തിരിഞ്ഞു പോയിട്ടുള്ളതാണ്. ഞാൻ അവർക്ക് നല്ല ഓഫർ കൊടുത്തിരുന്നു, പക്ഷെ ആരും ഇതിന് ധൈര്യപ്പെട്ടില്ല. ഒരു പെൺകുട്ടി ഇതിന് ധൈര്യപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഹോട്ടലിനെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ തുക ഇനാം 1 ലക്ഷം രൂപ ഇതാ ഞാൻ സന്തോഷപൂർവ്വം ഏൽപ്പിക്കുകയാണ്. ജോസേ, മാഡത്തിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട് ഫസ്റ്റ്. പിന്നെ ഓരോ മനുഷ്യന്റെ സാഹചര്യമാണ് എല്ലാത്തിനും ധൈര്യം തരുന്നത്. അത്രേ ഉള്ളൂ പറയാൻ. ഓക്കേ.